അധികം ചിലവില്ലാതെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലം കേക്ക് പോലൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം ഇന്ന്. ഈ കേക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് പഞ്ചസാര ഇട്ട് കാരമൽ ചെയ്തെടുക്കാം. പഞ്ചസാര കാരമൽ ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായ പാത്രത്തിലേക്ക് പഞ്ചസാര ഇട്ടാൽ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കാരമലാവും. പഞ്ചസാര 1/4 ഭാഗം അലിഞ്ഞ് വരുന്ന സമയത്ത് ഫ്ലെയിം മീഡിയത്തിലാക്കി വെച്ചാൽ മതി. ഇപ്പോൾ പഞ്ചസാര ഉരുകി ഈ ഒരു കളറ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ 2 തവണയായി ഒഴിച്ചാൽ മതി. നമ്മളിതിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാലും ചൂടുവെള്ളം ഒഴിച്ചാലും ഇത് കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവും. നന്നായി തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇത് അലിഞ്ഞ് വരും. ഇത് കണ്ടോ, ഇതേപോലെ എല്ലാം അലിഞ്ഞ് വന്നോളും. ഇനി ഇത് നന്നായി തിളച്ച് വരുന്ന സമയത്ത് 1.5 കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. 2 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1.5 കപ്പായിരുന്നു. ക്യാരറ്റ് വെന്ത് ഇതിന് മധുരം പിടിക്കണം. ക്യാരറ്റ് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് 2 ഈന്തപ്പഴം ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുക. ഈന്തപ്പഴം നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണ്ടെങ്കിലും ഇട്ട് കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടല്ലേ അത് ഉണ്ടാക്കുന്നത്. ഈന്തപ്പഴം ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഉണക്കമുന്തിരിയും കൂടി കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഈന്തപ്പഴം മുന്തിരിങ്ങ ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ടുവെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വെറും ക്യാരറ്റ് കൊണ്ട് ഉണ്ടാക്കിയാലും മതി. ഇതെല്ലാം വെന്ത് ഇതിൻ്റെ വെള്ളമയം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ക്യാരറ്റും ഈന്തപ്പഴവും മുന്തിരിങ്ങയും വെന്ത് വെള്ളം കുറച്ച് വറ്റിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി 1/2 കപ്പ് പഞ്ചസാര എടുക്കുക. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി 3 ഗ്രാമ്പൂ എടുക്കുന്നുണ്ട്. 1 ഏലക്കായും കൂടി ഇട്ട് ഇത് നന്നായി പൊടിച്ച് മാറ്റി വെക്കാം. ഗ്രാമ്പു പൊടിക്കുമ്പം തന്നെ നല്ല പ്ലം കേക്കിൻ്റെ മണം വരാൻ തുടങ്ങും. ഇനി ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. മൈദപ്പൊടി അരിച്ചെടുക്കാനുള്ളതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി 2 നുള്ളു ഉപ്പും കൂടി ഇട്ട് ഇത് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഏതായാലും ഇത് 1 പ്രാവശ്യം അരിച്ചെടുക്കുന്നുള്ളൂ. 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക. കേക്ക് ഉണ്ടാക്കുമ്പം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റ് മൈദപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആയിരിക്കും. മൈദപ്പൊടി അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടി സ്പൂണ് കൊണ്ട് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കുക. നമുക്ക് വേണ്ടിയെങ്കിൽ ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കുന്നില്ല. ഇതുപോലെ ഹാൻഡ് ബീറ്റർ വെച്ച് ഇത് അടിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർക്കുക. ഒന്നുകൂടി അടിച്ചെടുക്കുക. വാനില എസൻസും മുട്ടയും കൂടി നന്നായി മിക്സ് ആയതിന് ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച പഞ്ചസാരയില്ലേ, അത് മുഴുവനായി ഇട്ട് കൊടുക്കുക. ഇനി ഇതും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്കിത് എളുപ്പത്തിൽ ഉണ്ടാക്കണ്ടെങ്കിൽ ഇത് എല്ലാം കൂടി മിക്സിയിലിട്ട് അടിച്ചെടുത്താൽ മതി. എനിക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ച് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു മിക്സി ജാർ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് കൈകൊണ്ട് ഇതേപോലെ ഹാൻഡ് ബീറ്റർ വെച്ച് അടിച്ചെടുക്കുന്നത്. പഞ്ചസാര പൊടിച്ചത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് അലിഞ്ഞ് വന്നോളും. ഇതിലേക്ക് 1/2 കപ്പ് കുക്കിംഗ് ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ എല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇതും മാറ്റി വെക്കാം. ഇനി കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് വേവിച്ച് വെച്ച ക്യാരറ്റില്ലേ, ആ മിക്സ് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് വെച്ച മുട്ട മിക്സും കൂടി ഒഴിച്ച് എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം. മുട്ടയും ഓയിലും ഈ ക്യാരറ്റും എല്ലാം കൂടി മിക്സായി വരണം. ഇതേപോലെ ഇത് നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക്
നമ്മൾ അരിച്ച് മാറ്റി വെച്ച മൈദപ്പൊടിയില്ലേ, അത് കുറേശ്ശെ ഇട്ട് ഇത് സാവധാനത്തിൽ മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടി ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ഇത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഇത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യുന്നത്. മുഴുവൻ പൊടിയും ഇട്ട് ഇതേപോലെ ഇത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ്. വീഡിയോയിൽ ഇത് സ്റ്റെപ്പായി പറയുന്നത് കൊണ്ടാണ് ഇത് കുറച്ച് ലേറ്റ് ആവുമെന്ന് തോന്നുന്നത്. ഞാനിത് ഒരു അലൂമിനിയം ഫോയിലിൻ്റെ ഒരു പാത്രത്തിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു കേക്കിൻ്റെ മോൾഡ് ഉണ്ടാവുമല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ തടവി കുറച്ച് മൈദപ്പൊടി ഒന്ന് ഡസ്റ്റ് ചെയ്തെടുത്താൽ മതി. ഇത് അലൂമിനിയം ഫോയിലിൻ്റെ പാത്രം ആയതുകൊണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല. മുഴുവനായി ഒഴിച്ചതിന് ശേഷം ചെറുതായി ഒന്ന് ടാപ്പ് ചെയ്ത് എടുക്കുക. ഇനി ഇത് 180 ഡിഗ്രി സെൽഷ്യസിൽ 5 മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞ് 160 ഡിഗ്രി സെൽഷ്യസിലേക്ക് മാറ്റി 25 മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും കേക്ക് റെഡിയായി. ഇത് ഓരോരുത്തരുടെയും ഓവനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അതിൻ്റെ ഹീറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അഥവാ നമ്മുടെ കയ്യിൽ ഓവൻ ഇല്ലെങ്കിൽ ഓവൻ സെറ്റപ്പിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കൂലേ, അതുപോലെ ചെയ്താൽ മതി. കേക്ക് ഉണ്ടാക്കി ചൂടാറിയതിന് ശേഷം വേണം ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാൻ. തണുത്തതിന് ശേഷം വേണം ഇത് കട്ട് ചെയ്യാൻ. അങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്യാരറ്റ് കേക്ക് റെഡിയായി. നല്ല മണമായിരിക്കും. പ്ലം കേക്ക് കഴിക്കുന്ന അതേ ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാൻ. കാണാൻ തന്നെ എന്ത് ഭംഗിയല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.